മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിൻ്റെ വ്രതം എത്ര ദിവസം ഉണ്ടാകും എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ വ്രതം ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ്. അത് എപ്പോൾ ഉണ്ടാകും എന്താണെന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ ശല്യം ചെയ്തെങ്കിൽ ഞാൻ വീട്ടിൽ പോയി നിൽക്കും എന്നിങ്ങനെ പറയാം. വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കണ്ണനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നീ എങ്ങനെയെങ്കിലും ആ സ്വത്ത് കൈക്കലാക്കാൻ നോക്കണം എന്നിങ്ങനെ പറയണം. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. നിങ്ങളെൻ്റെ ഏടത്തിയെ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയാം. ഏടത്തി എത്ര വാതിലടച്ചാലും ശല്യം ചെയ്യേണ്ടവരെ ശല്യം ചെയ്യും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മേഘനാഥനാകെ പേടി വരികയാണ് കേട്ടോ. അതേസമയം ഉണ്ണി ഇങ്ങനെ കാറ് പെട്രോൾ തീർന്നിട്ട് സ്റ്റാർട്ടാവാതെ ഇങ്ങനെ ഉണ്ണി ഇങ്ങനെ വിചാരിക്കണത് എന്താ അത്, ഞാൻ നിറയെ എണ്ണ അടിച്ചിട്ട് വന്നതാണല്ലോ, പിന്നെ എന്ത് പറ്റി എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ അതേസമയം ദുർഗ ഫോൺ ചെയ്യണിട്ട്, എടാ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് പേടിയാകണു എന്നിങ്ങനെ പറയാണ്. അതേസമയം പുറത്തിറങ്ങി നിന്നിട്ട് എണ്ണ ഫോൺ ചെയ്യാണ്. അതേസമയം തന്നെ നമ്മുടെ മഹി വന്നിട്ട് പറയാണ്, ഞാൻ ചെയ്യണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ കൊണ്ടാക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് മഹി എങ്ങനെ കണ്ടത് ഉണ്ണിയാകെ പേടിച്ച് പോവുകയാണ്. എന്താ നിങ്ങൾ മറിഞ്ഞ് നിൽക്കണമെന്ന് ചോദിക്കും. ശരിക്കും എൻ്റെ മോൻ കാണണോ എന്ന് പറഞ്ഞ് മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഉണ്ണി ഒരേ ഓട്ടം ഓടുകയാണ് പേടിച്ചതിന് ശേഷം കേട്ടോ. അതിനുശേഷം മാർക്കോയും അനന്തവും മഹാലക്ഷ്മിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ മതി, ഈ ചെയ്യണതിലൊരു സുഖമില്ല, ഒരുപാട് കൂടുതൽ അല്ലേ എന്ന് മഹി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നമ്മളെ ദ്രോഹിക്കുന്നവരെ തിരിച്ച് അങ്ങനെ തന്നെ ചെയ്യണം മഹാലക്ഷ്മി എന്ന് മാർക്കോയും അനന്തവും കൂടി പറയാണ്. ശരി, ഇനി ആ വാമദേവനല്ലേ അങ്ങേർക്കിട്ട് പണി കൊടുക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദുർഗ ഇങ്ങനെ കാത്തിരിക്കണം കേട്ടോ. പല ശബ്ദങ്ങളും കേൾക്കുമ്പോൾ പേടിയാവുകയാണ് ദുർഗയ്ക്ക്. അതേസമയം ഉണ്ണി വന്ന് വാതിലിങ്ങനെ കൊട്ടുകയാണ് കേട്ടോ. ദുർഗ തുറക്കില്ല, പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം വാതിൽ ജനലിൽ കൂടെ തുറന്നു നോക്കും ഉണ്ണിയാണ് പറയും. ഉണ്ണി ഭാഗത്ത് വന്നിട്ട് പറയും ഞാൻ അവളെ കണ്ടു എന്നിങ്ങനെ പറയുകയാണ്. ആകെ മൊത്തം ദുർഗയും ഉണ്ണിയും കൂടി പേടിക്കുകയാണ് കേട്ടോ പുറത്ത് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. പിന്നീട് ഉണ്ണി കരുണയ്ക്ക് വിളിച്ച് പറയണം, ഞാനിങ്ങനെ വഴിയിൽ നിന്ന് കണ്ടു, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം കിടക്കാൻ, നമ്മുടെ കൂടെ തന്നെ കിടക്കണം, പുറത്തേക്കൊന്നും ഇറങ്ങി പോകരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടതും കരുണ ആകെ പേടിക്കുകയാണ് കേട്ടോ. അതേസമയം മോഹിനി ഇങ്ങനെ ചോദിക്കേണ്ട, എന്താ മോളെ ഉണ്ണി അവിടെ എത്തിയോ ചോദിക്കില്ല, അമ്മ അവിടെ വഴിയിൽ നിന്ന് ഒരു പ്രേതത്തിനെ കണ്ടു എന്നിങ്ങനെ പറയണം. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരേ പ്രേതം കാണുന്നു, അവൻ്റെ ആരോ അല്ലേ മരിച്ചു എന്നിങ്ങനെ പറയണത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അറിയില്ല എന്നിങ്ങനെ പറയണം, എനിക്ക് പേടിയാവണു എന്നിങ്ങനെ പറയണം. മോൾ എന്തായാലും എൻ്റെ കൂടെ വന്ന് കിടന്നോളൂ, നിന്നെ ഒരു പ്രേതവും ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയണം. അതിനുശേഷം മോഹൻ്റെ കൂടെ കരുണ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് കേട്ടോ. പേടിയോട് കൂടിയിട്ടാണ് കരുണ കിടക്കണത്. അതേസമയം മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട്, അവൾക്ക് നിന്നോടൊരു സ്നേഹമുള്ളത് കൊണ്ടാണ്, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതൊരൊറ്റ കാരണം കൊണ്ടാണ്, അതുപോലെ അനീതിയാണെന്നുള്ള സ്നേഹമുണ്ട്, അതൊരു കാരണം കൊണ്ട് മാത്രമാണ് നിന്നെ ഒന്നും ചെയ്യാത്തത് എന്നിങ്ങനെ മോഹിനി മനസ്സിൽ കരുതുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു മേഘനാഥനും കൂടി കിടക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ. വാതിൽ കൊട്ടുന്നത് മേഘനാഥനെ പേടിച്ചെണിക്കണം, മഞ്ജുവിനെ വിളിക്കുകയാണ് കേട്ടോ. നീ എണിക്ക് എന്ന് പറയണം. മഞ്ജു ഇങ്ങനെ വാതിൽ തുറക്കാൻ പോകുമ്പോൾ മേഘനാഥൻ പറയും വേണ്ട 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 പറയും. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ പറഞ്ഞിട്ട് വാതിൽ തുറക്കണം. അതേസമയം സീമന്തിനെയും വാമദേവനും ഇരിക്കുകയാണ് കേട്ടോ. ഉണ്ണി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ണി അവളെ കണ്ടു എന്നിങ്ങനെ പറയണം. അത് കേട്ടതോട് കൂടിയിട്ട് മേഘനാഥന് ആകെ പേടിയാകും. ഞാനിനി എങ്ങോട്ടുമില്ല, നിങ്ങൾ വാതിലൊക്കെ അടച്ച് കിടന്നോളെ, രാവിലെ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നു.